ഹായ് എവരിവൺ, 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 33ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ വീഡിയോസ് അധികം ഇടാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ ആഴ്ച ഞാൻ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരാൻ ശ്രമിക്കും. പലർക്കും സിലബസ് തീരുമോ എന്നതാണ് സംശയം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിലബസ് ഞാൻ തീർക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സിലബസ് ഫുള്ളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. സോഷ്യൽ സയൻസും പഠിപ്പിച്ചു തരും. ഇപ്പം തന്നെ സോഷ്യൽ സയൻസ് നമ്മൾ 10ാം ക്ലാസ് എത്തിയിരിക്കുകയാണ്. കാരണം സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, കേരള, ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് മൂന്നും തീരും. പിന്നെ ജനറൽ സയൻസ് ആണുള്ളത്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. അത് നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. അത് നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കാൻ വേണ്ടി തരും. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ തരും. അതോടുകൂടി അതും തീരും. പിന്നെ ബയോളജിയാണ്, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതല്ല പ്രശ്നം വരിക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്തുക എന്നതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ പരമാവധി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് പഠിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. ഇത് ആരുടെ വാക്കുകളാണെന്ന് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? വില്യം ബെന്റിക്സിന്റെ വാക്കുകളാണിത്. ഓക്കെ, വില്യം ബെന്റിക്സിന്റെ വാക്കുകളാണിത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10-നാണ്. ഓക്കെ, 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയായിരുന്നു. ഓക്കെ, മംഗൾ പാണ്ഡെയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റിയതെന്ന്. മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. ഓക്കെ, 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത്. 1857 വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയും ചപ്പാത്തിയുമായിരുന്നു. ഓക്കെ, താമരയും ചപ്പാത്തിയുമായിരുന്നു 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ഓക്കെ, കാനിങ് പ്രഭു ആയിരുന്നു 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഗവർണർ ജനറൽമാരെ കുറിച്ചും വൈസ്രോയിമാരെ കുറിച്ചെല്ലാം നമ്മൾ ട്രിക്കുകളിലൂടെ, കഥകളിലൂടെ, ചിത്രങ്ങളിലൂടെ എല്ലാം പഠിച്ചെടുത്തതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ മെമ്മറി ടെക്നിക്സ് ഉപയോഗിച്ച് പഠിച്ചതാണ്. അത് കാണാത്തവർ അത് കാണുക. പ്രിലിംസിന്റെ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തന്നിട്ടില്ലെങ്കിൽ കൂടെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് വൈസ്രോയിമാരെ കുറിച്ചും ഗവർണർ ജനറൽമാരെ കുറിച്ചും എല്ലാമുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ എക്സാമിനല്ലെങ്കിൽ, പ്രിലിംസിനല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് അതെന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, മെയിൻ എക്സാമിന് എന്തായാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നെക്സ്റ്റ് നോക്കാം. 1857 വിപ്ലവത്തിന്റെ കാൺപൂരിലെ നേതാക്കൾ. കാൺപൂരിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. കാൺപൂരിലെ നേതാക്കൾ നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. നെക്സ്റ്റ്, 1857 വിപ്ലവത്തിന്റെ ഡൽഹിയിലെ നേതാക്കൾ. ഡൽഹിയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമായിരുന്നു. കാൺപൂരിലേത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. എന്നാൽ ഡൽഹിയിലേതാണെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവ്. ലക്നൌവിലെ നേതാവ് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഓക്കെ, ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും,
ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനും, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. നെക്സ്റ്റ് 1857 വിപ്ലവത്തിന്റെ ഝാൻസിയിലെ നേതാവ് ആരായിരുന്നു? റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആയിരുന്നു 1857 ഝാൻസിയിലെ നേതാവ്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തിന്റെ ഫൈസാബാദിലെ നേതാവ്. 1857 വിപ്ലവത്തിന്റെ ഫൈസാബാദിലെ നേതാവ് മൗലവി അഹമ്മദുള്ളയാണ്. ഓക്കെ, മൗലവി അഹമ്മദുള്ളയായിരുന്നു 1857 വിപ്ലവത്തിന്റെ ഫൈസാബാദിലെ നേതാവ്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തിന്റെ ബീഹാറിലെ നേതാവ്. 1857 വിപ്ലവത്തിന്റെ ബീഹാറിലെ നേതാവ് ആരായിരുന്നു? കൺവർ സിംഗ് ആയിരുന്നു. ഓക്കെ, കൺവർ സിംഗ് ആയിരുന്നു 1857 വിപ്ലവത്തിന്റെ ബീഹാറിലെ നേതാവ്. ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് വരും. 1857 വിപ്ലവം നടന്ന സ്ഥലങ്ങൾ തരും, എന്നിട്ട് അവിടുത്തെ നേതാവ് ആരായിരുന്നു ചോദിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യനും ആൻസറും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവത്തിന്റെ ബറേലിയിലെ നേതാവ് ആരായിരുന്നു എന്നാണ് 13ാമതായി ചോദിച്ചത്. ഖാൻ ബഹദൂർ ആണ്. ഓക്കെ, ഖാൻ ബഹദൂർ ആണ് ബറേലിയിലെ നേതാവ്, ഖാൻ ബഹദൂർ. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചതാര്? ഇത് മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. അതായത് 1857 പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളത് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് പലരും പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതും ചോദിക്കും. അപ്പോൾ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തെ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ഓക്കെ, VD സവർക്കർ ആണ് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതുമല്ല എന്ന് വിശേഷിപ്പിച്ചതാര്? 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ ആണ്. ഓക്കെ, RC മജൂംദാർ ആണ് ആദ്യത്തേതുമല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചതാര്? 1857 വിപ്ലവത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംബിൾ ആണ്. ഓക്കെ, വില്യം ഡാൽറിംബിൾ ആണ് 1857 വിപ്ലവത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവം ബ്രിട്ടീഷുകാരുടെ ഇടയിൽ അറിയപ്പെട്ടത്. 1857 വിപ്ലവം ബ്രിട്ടീഷുകാർക്കിടയിൽ അറിയപ്പെട്ടത് ചെകുത്താന്റെ കാറ്റ് എന്നാണ്. ഓക്കെ, ചെകുത്താന്റെ കാറ്റ് എന്നാണ് 1857 വിപ്ലവം ബ്രിട്ടീഷുകാർക്കിടയിൽ അറിയപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം 1857 വിപ്ലവത്തിൽ ജവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെട്ടത് ആര്? 1857 വിപ്ലവത്തിൽ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് റാണി ലക്ഷ്മിബായി ആണ്. ഓക്കെ, റാണി ലക്ഷ്മിബായി ആണ് 1857 വിപ്ലവത്തിൽ ജവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചതാര്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷം. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷമാണ് ചോദിച്ചത്. 1859 ആണ്. ഓക്കെ, 1859 നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷം. നെക്സ്റ്റ് ചോദ്യം ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി. ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി താന്തിയ തോപ്പിയാണ്. ഓക്കെ,
താന്തിയ തോപ്പിയാണ് ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്ന് ആരുടെ യഥാർത്ഥ നാമമായിരുന്നു? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് ആരുടെ യഥാർത്ഥ നാമമായിരുന്നു? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത്. ആരുടെ നാമമായിരുന്നു? താന്തിയ തോപ്പിയുടെ. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഇതും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ച കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മാത്സും പഠിക്കുക. ബാക്കി ക്ലാസ് ഞാൻ നാളെ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്